ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ്. കണക്കെഴുത്തിൻ്റെ സ്വഭാവം ആണ് ഇനി നമ്മൾ പറയുന്നത്. എന്താണ് ആദ്യത്തെ സ്വഭാവം എന്ന് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ഈ ഇടപാടുകൾ എന്തിനാണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്? പ്രധാനമായിട്ടും രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, നമ്മുടെ ബിസിനസ്സിന്റെ റിസൾട്ട് അറിയണം. എന്താണ് റിസൾട്ട് എന്ന് പറയുന്നത്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ലാഭമാണോ നഷ്ടമാണോ നമ്മുടെ ബിസിനസ്സിന്റെ പ്രവർത്തനത്തിൽ നിന്നുണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് അറിയണം. ദെൻ നമ്മുടെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കണം. നമുക്ക് എത്രത്തോളം ബാധ്യതകളുണ്ട്, നമുക്ക് എത്രത്തോളം പ്രോപ്പർട്ടീസ് ഉണ്ട്, അസറ്റുകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ബിസിനസ്സിന്റെ പ്രവർത്തനങ്ങൾ, സാമ്പത്തിക പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു കലയാണ് എന്ത്? അക്കൗണ്ടിങ്. അപ്പൊ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ദെൻ സെക്കൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് ആർ റെക്കോർഡഡ് വിച്ച് ആർ ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ പലതരത്തിലുള്ള ട്രാൻസാക്ഷൻസും ഇവന്റ്സും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ആര് രേഖപ്പെടുത്തി വെക്കേണ്ടതില്ല? ഒരു അക്കൗണ്ടന്റ് രേഖപ്പെടുത്തി വെക്കേണ്ടതില്ല. ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഐഡന്റിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ഇവന്റ്സ്. സാമ്പത്തിക പ്രവർത്തനങ്ങൾ മാത്രം നമ്മൾ കണ്ടെത്തി അതെന്ത് ചെയ്യണം? അത് നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ രേഖപ്പെടുത്തണം. ബിസിനസ്സിൽ നടക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ്. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോയിൻമെന്റ് ഓഫ് ആൻ എക്സ്പീരിയൻസ്ഡ് മാനേജർ. ബിസിനസ്സിലേക്ക് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മുൻപരിചയമുള്ള ഒരു മാനേജറെ നമ്മൾ എന്ത് ചെയ്തു? അപ്പോയിന്റ് ചെയ്തു, പോസ്റ്റ് ചെയ്തു, നിയമിച്ചു. അത് ബിസിനസ്സിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. ദെൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, സാധനങ്ങൾ വാങ്ങി വിൽക്കുന്നത് എന്തിന് എക്സാമ്പിളാണ്? ബിസിനസ്സിന് എക്സാമ്പിളാണ്. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പർച്ചേസ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. അതും ബിസിനസ്സിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. കോറൽ ബിറ്റ്വീൻ ദ മാനേജർ ആൻഡ് എംപ്ലോയീസ്. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ മാനേജറും എംപ്ലോയീസും തമ്മിൽ എന്തുണ്ടായി? ഒരു തർക്കം ഉണ്ടായി. അതും ബിസിനസ്സിൽ ചില സമയത്തൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിറ്റു. പെയ്ഡ് സാലറി ടു എംപ്ലോയീസ്. ബിസിനസ്സിൽ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് സാലറി കൊടുത്തു. സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളതെങ്കിൽ ആ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യും. അത് ഒരു സ്റ്റോറിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്. ആ സ്റ്റോറിനെയാണ് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ദെൻ അവിടുന്ന് ആവശ്യാനുസരണം അത് എങ്ങോട്ട് മാറ്റും? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അതല്ലെങ്കിൽ ഫാക്ടറിയിലേക്ക് നമ്മളത് മൂവ് ചെയ്യും. അപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അതും ബിസിനസ്സിൽ നടക്കുന്ന ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിൽ നടക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ ഈ പ്രവർത്തനങ്ങൾ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ പ്രവർത്തനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്താണ്? അപ്പോയിൻമെന്റ് ഓഫ് ആൻ എക്സ്പീരിയൻസ്ഡ് മാനേജർ. ഒരു മാനേജറെ അപ്പോയിന്റ് ചെയ്തു എന്നുള്ളത് ഒരു സാമ്പത്തിക പ്രവർത്തനമാണോ? മാനേജർക്ക് ശമ്പളം കൊടുക്കുകയാണെങ്കിൽ അതൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. മാനേജറെ അപ്പോയിന്റ് ചെയ്യുന്നതോ മാനേജറെ പിരിച്ചുവിടുന്നതോ അല്ലെങ്കിൽ മാനേജർ റിസൈൻ ചെയ്യുന്നതോ അതൊരു സാമ്പത്തിക പ്രവർത്തനമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല. സാമ്പത്തികമായിട്ട് നമുക്കതിനെ അളക്കാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ അപ്പോയിന്റ്മെന്റ് ഓഫ് ആൻ എക്സ്പീരിയൻസ്ഡ് മാനേജർ എന്നുള്ളത് എന്തല്ല? ഒരു എക്കണോമിക് ഇവന്റ് അല്ല. എന്തല്ല? ഒരു എക്കണോമിക് ഇവന്റ് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ല. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷനോ? പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പണം കൊടുത്ത് സാധനങ്ങൾ വാങ്ങിയതാണ്. ഇറ്റ് ഈസ് ആൻ എക്കണോമിക് ഇവന്റ് അല്ലെ? ഒരു സാമ്പത്തിക പ്രവർത്തനമാണ് സാധനങ്ങൾ പണം കൊടുത്തിട്ട് വാങ്ങുക എന്നുള്ളത്. ദെൻ മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കാം. കോറൽ ബിറ്റ്വീൻ ദ മാനേജർ ആൻഡ് എംപ്ലോയീസ്. ഒരു സ്ഥാപനത്തിലെ മാനേജറും അവിടുത്തെ എംപ്ലോയീസും ചില കാര്യങ്ങളുടെ പേരിൽ എന്ത് ചെയ്തു? തർക്കമുണ്ടായി. അങ്ങനെ തർക്കിച്ചു എന്നുള്ളത് ഒരു സാമ്പത്തിക പ്രവർത്തനമായിട്ട് വരുമോ? ഒരിക്കലും വരുന്നില്ല. അപ്പോൾ കോറൽ ബിറ്റ്വീൻ മാനേജർ ആൻഡ് എംപ്ലോയീസ് എന്നുള്ളതും ഒരു എക്കണോമിക് ഇവന്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു അക്കൗണ്ടന്റ് ചെയ്യേണ്ടത് ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തി അതിൽ നിന്ന് എക്കണോമിക് ഇവന്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ഓഫ് എക്കണോമിക് ഇവന്റ് എന്നുള്ളതാണ് അക്കൗണ്ടന്റ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. അപ്പൊ ഈ എഴുതിയിട്ടുള്ള 6 ഇവന്റുകളിൽ അല്ലെങ്കിൽ 6 ട്രാൻസാക്ഷൻസിലെ 2 ട്രാൻസാക്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാം?
അത് ഒഴിവാക്കാം. കാരണം എന്താണ്? അത് എക്കണോമിക് ഇവന്റുകളല്ല, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അല്ല. ഇപ്പോൾ ബാക്കിയുള്ള 4 ട്രാൻസാക്ഷൻസിനെ നമുക്ക് എന്ത് പറയാം? എക്കണോമിക് ഇവന്റുകൾ എന്ന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. ദെൻ ഈ എക്കണോമിക് ഇവന്റുകൾ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഒന്നാമത്തെ എക്കണോമിക് ഇവന്റ് ആണ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ്. ബിസിനസ് സ്ഥാപനം പുറത്തുള്ള മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങി. ഇപ്പോൾ ബിസിനസ് ഒരു എൻറ്റിറ്റിയാണ്. ബിസിനസ് മറ്റൊരു സ്ഥാപനത്തിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഈ ഇടപാട് ബിസിനസിന്റെ പുറത്തുള്ള ഒരു കക്ഷിയുമായി അല്ലെങ്കിൽ പുറത്തുള്ള ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇവന്റിന് നമ്മൾ പറയുന്ന പേര് എക്സ്റ്റേണൽ ഇവന്റ് എന്നാണ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ബിസിനസ് സ്ഥാപനം അവരുടെ സാധനങ്ങൾ ആർക്ക് വിറ്റു? കസ്റ്റമേഴ്സിന് വിറ്റു. അപ്പൊ കസ്റ്റമർ എന്ന് പറയുന്നത് ബിസിനസ്സിന് പുറത്തുള്ള ഒരു പാർട്ടിയാണ്, എക്സ്റ്റേണൽ ആണ്, എക്സ്റ്റേണൽ ടു ബിസിനസ്. അപ്പൊ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞാലും അതിന് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് ആൾസോ ആൻ എക്സ്റ്റേണൽ ഇവന്റ്. ദെൻ അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? പെയ്ഡ് സാലറി ടു എംപ്ലോയീസ്. എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ബിസിനസ്സിനകത്തുള്ള ബിസിനസിന്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള എംപ്ലോയീസ് ആണ്, ആളുകളാണ്. അവർക്ക് സാലറി കൊടുത്തു എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ ഇവന്റ്. ബിസിനസ്സിനകത്ത് നടക്കുന്ന ഒരു ഇവന്റ് ആണ് പെയ്ഡ് സാലറി ടു എംപ്ലോയീസ്. ദെൻ മറ്റൊരു ട്രാൻസാക്ഷൻ നോക്കാം. സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്. ബിസിനസിന്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? മൂവ് ചെയ്തിട്ടുണ്ട്. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റോ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി. അതിനെ നമുക്ക് എന്ത് പറയാം? ഇന്റേണൽ ഇവന്റ് എന്ന് പറയാം. അപ്പൊ ഈ എഴുതിയതിൽ 2 ട്രാൻസാക്ഷൻസ് എക്സ്റ്റേണൽ പാർട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ദെൻ 2 ഇവന്റുകൾ ഇന്റേണൽ ആയിട്ട് ബിസിനസ്സിനകത്ത് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് എക്കണോമിക് ഇവന്റ്സിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബിസിനസ്സിനും ബിസിനസ്സിന് പുറത്തുള്ളവരുമായിട്ട് നടത്തുന്ന ഒരു ഇടപാടാണെങ്കിൽ, ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ഇവന്റ് എന്ന് പറയും. ദെൻ ബിസിനസ്സിനകത്ത് തന്നെ നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? ഇന്റേണൽ ഇവന്റ് എന്ന് പറയാം. മൂന്നാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റെക്കോർഡിംഗ് ഇൻ ടേംസ് ഓഫ് മണി. ഇപ്പൊ നേരത്തെ നമ്മൾ ചെയ്തത് എന്താണ്? കുറേ അധികം ട്രാൻസാക്ഷനുകളിൽ നിന്ന് എക്കണോമിക് ഇവന്റുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് മെഷർമെന്റ് ഓഫ് ട്രാൻസാക്ഷൻ. അപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അറിയേണ്ടത് എത്ര രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഇറ്റ് ഈസ് കാൾഡ് മെഷർമെന്റ്. ദെൻ സാലറി കൊടുത്തു, ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എത്ര രൂപയാണ് സാലറി ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഗുഡ്സ് കസ്റ്റമേഴ്സിന് വിറ്റു, അങ്ങനെയാണെങ്കിൽ എത്ര രൂപക്കാണ് സാധനങ്ങൾ വിറ്റത്. അങ്ങനെ ഫിനാൻഷ്യൽ ആയിട്ട് നടക്കുന്ന ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യണം? മെഷർമെന്റ് നടത്തണം ഇൻ ടേംസ് ഓഫ് മണി. ദെൻ അങ്ങനെ മെഷർമെന്റ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ in terms of money. For example, if a businessman purchases 200 chairs and 10 tables, their value in terms of money will be recorded in the books. ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് 200 ചെയറുകളും 10 ടേബിളും വാങ്ങി. നമ്മൾ എന്താണ് രേഖപ്പെടുത്തി വെക്കേണ്ടത്? 200 ചെയറുകളും 10 ടേബിളും വാങ്ങി എന്നാണ് രേഖപ്പെടുത്തി വെക്കേണ്ടത്? അല്ല, അത് മാത്രമല്ല രേഖപ്പെടുത്തി വെക്കേണ്ടത്. എത്ര രൂപക്കുള്ള ചെയറുകൾ വാങ്ങിയിട്ടുണ്ട്, എത്ര രൂപയാണ് നമ്മൾ ടേബിളിന് കൊടുത്തിട്ടുള്ളത്, ആകെ എത്ര എമൗണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊരു മോണിറ്ററി ടേംസിൽ മെഷർ ചെയ്ത് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അക്കൗണ്ടിങ് പ്രവർത്തനത്തിൽ അത് രേഖപ്പെടുത്തേണ്ടത്. അക്കൗണ്ടിങ്ങിന്റെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് റെക്കോർഡിംഗ് ഇൻ ടേംസ് ഓഫ് മണി. ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഏതൊരു സാമ്പത്തിക പ്രവർത്തനവും ആദ്യമായി രേഖപ്പെടുത്തി വെക്കുന്ന ബുക്കിനെ പറയുന്ന പേരെന്താണ്? ജേണൽ എന്നാണ് ആ ബുക്കിനെ പറയുന്നത്. All transactions are first of all recorded in a book called journal. Transactions are entered in chronological order. Then ഈ ബുക്കിന്റെ പ്രത്യേകത, ഈ പുസ്തകത്തിൽ നമ്മൾ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഓരോന്നും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓരോ ട്രാൻസാക്ഷനും നടന്നു കഴിഞ്ഞാൽ അത് രേഖപ്പെടുത്തണം. അപ്പൊ ആദ്യം നടന്ന കാര്യങ്ങൾ ആദ്യം രേഖപ്പെടുത്തും. ദെൻ അതിനുശേഷം അടുത്ത ദിവസത്തെ കാര്യങ്ങൾ രേഖപ്പെടുത്തും. അങ്ങനെ ഡേറ്റ് വൈസ് ആയിട്ട്, ടൈം വൈസ് ആയിട്ടും ഡേറ്റ് വൈസ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെക്കും. അങ്ങനെ ഡേറ്റ് വൈസ് ആയിട്ട് രേഖപ്പെടുത്തി വെക്കുമ്പോൾ ആ ഓർഡറിന് പറയുന്ന പേരാണ് ക്രോണോലോജിക്കൽ ഓർഡർ. അപ്പൊ ക്രോണോലോജിക്കൽ ഓർഡറിലാണ് ജേണൽ എന്ന് പറയുന്ന ഈ പ്രൈമറി ബുക്കിൽ, ആദ്യത്തെ ബുക്കിൽ കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നത്. അടുത്ത ഫീച്ചർ എന്താണെന്ന് നോക്കാം. നമ്മൾ ആദ്യത്തെ ബുക്ക് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഏതാണ് ബുക്ക്? ജേണൽ എന്നാണ് ബുക്കിന്റെ പേര്.
ആ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ്. ഓരോ കസ്റ്റമേഴ്സും സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്, സാലറി കൊടുക്കുന്നത് എഴുതുന്നുണ്ട്, വേജസ് കൊടുത്താൽ എഴുതുന്നുണ്ട്, റെന്റ് കൊടുക്കുന്നത് എഴുതുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നാൽ അത് എഴുതി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ഡേറ്റ് വൈസ് ആയിട്ട് എഴുതി വെക്കുന്ന ഒരു ബുക്കാണ് ജേണൽ. അപ്പൊ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നോക്കിക്കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇൻഫർമേഷൻസ് ഒന്നും കിട്ടുന്നില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ സുനിൽ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ ഉണ്ട്. ഇപ്പൊ സുനിൽ എന്ന് പറയുന്ന കസ്റ്റമർ നമ്മുടെ കടയിൽ നിന്ന് സാധനം കടായിട്ട് വാങ്ങാറുണ്ട്. ഇടയ്ക്കൊക്കെ വന്ന അയാൾ എന്ത് ചെയ്യാറുണ്ട്? പേയ്മെന്റ് നടത്താറുണ്ട്. അങ്ങനെ അതൊക്കെ ഈ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ അതാത് ഡേറ്റുകളിൽ തന്നെ നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. പക്ഷെ സുനിൽ എന്ന് പറയുന്ന ഒരു കസ്റ്റമർ ഒരു ദിവസം വന്ന് എത്ര രൂപയാണ് ഞാൻ നിങ്ങൾക്ക് തരാനുള്ളത് എത്ര രൂപയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കും? ജേണൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടുമോ? ഇല്ല. ഇപ്പൊ ജനുവരി 1-ാം തീയതി സുനിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം അതിൽ രേഖപ്പെടുത്തും. ദെൻ 5-6 ദിവസം കഴിഞ്ഞാവും പിന്നെ പർച്ചേസ് ചെയ്യുന്നത്, അത് 6-ാം തീയതിയിലാണ് രേഖപ്പെടുത്തുന്നത്. ദെൻ അതും കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞിട്ടാവും അയാൾ പേയ്മെന്റ് നടത്തുന്നത്, അപ്പൊ അത് 16-ാം തീയതിയിലാണ് പേയ്മെന്റ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഈ ജേണലില് സുനിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസാക്ഷൻസ് പല പേജുകളിലും പല ഡേറ്റുകളിലാവും കിടക്കുന്നുണ്ടാവുക. അപ്പൊ അതെല്ലാം കൂടി തെരഞ്ഞെടുത്ത് സുനിൽ തരാനുള്ള പൈസ കണ്ടെത്തുക എന്നുള്ളത് പ്രയാസമാണ്. അപ്പൊ ഈ പ്രയാസം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഒരു പ്രവർത്തനമാണ്, റെക്കോർഡിംഗ് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു പ്രവർത്തനമാണ് ക്ലാസിഫൈ. ഒരേപോലത്തെ ട്രാൻസാക്ഷൻസ്, ഒരേപോലത്തെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥലത്തേക്ക് മാറ്റി എഴുതുന്നു. ഇങ്ങനെ ഒരു പ്രത്യേക വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി എഴുതുന്നു. അതല്ലെങ്കിൽ ഒരു പ്രത്യേക എക്സ്പെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി എഴുതുന്നു. അങ്ങനെ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ഓരോ ട്രാൻസാക്ഷൻസും നമ്മൾ മനസ്സിലാക്കി അതിന്റെ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ ക്ലാസിഫൈ ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ജേണലിൽ നിന്ന് ഒരേ സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസ് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ ആ മാറ്റി എഴുതിയ സ്ഥലത്തെ നമ്മൾ പറയുന്ന പേര് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഒരു അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ നമുക്ക് അവിടെ കാണാൻ കഴിയുള്ളൂ. അതല്ലെങ്കിൽ ഒരു എക്സ്പെൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒരുമിച്ച് എഴുതുന്നു. അപ്പൊ സാലറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതുകയാണെങ്കിൽ അതിനെ നമുക്ക് സാലറി അക്കൗണ്ട് എന്ന് പറയാം. സുനിൽ എന്ന് പറയുന്ന കസ്റ്റമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം എഴുതുകയാണെങ്കിൽ അത് സുനിലിന്റെ അക്കൗണ്ട് ആണെന്ന് പറയാം. അപ്പൊ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ഓരോ ട്രാൻസാക്ഷൻസും കൃത്യമായി വിലയിരുത്തി അതിന്റെ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ ഒരു രണ്ടാമത്തെ ബുക്കിലേക്ക് മാറ്റി എഴുതും. ആ രണ്ടാമത്തെ ബുക്കിനെ പറയുന്ന പേര് ലെഡ്ജർ എന്നാണ്. ആ രണ്ടാമത്തെ ബുക്കിൽ നമ്മൾ ഓരോ ഐറ്റത്തിനും വേണ്ടി, ഓരോ വ്യക്തികൾക്കും ഓരോ സ്ഥാപനത്തിനും ഓരോ വിവിധ തരം എക്സ്പെൻസുകൾക്കൊക്കെ നമ്മൾ പ്രത്യേകം പേജുകൾ പ്രൊവൈഡ് ചെയ്യും. അതിനൊക്കെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും? അക്കൗണ്ട് എന്നുള്ള പേരിലാണ് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ സുനിലിന്റെ പേജ് എടുത്തു കഴിഞ്ഞാൽ, സുനിലിന്റെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ സുനിൽ സാധനം വാങ്ങിയതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. സുനിൽ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് അവിടെ കാണാം. സുനിലിന് ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അതും സുനിലിന്റെ പേജിൽ കാണാം. ജനുവരി 1-ാം തീയതി സോൾഡ് ഗുഡ്സ് 10,000. ദെൻ ജനുവരി 5-ാം തീയതി റിസീവ്ഡ് ക്യാഷ് 5,000. ഈ രണ്ട് ട്രാൻസാക്ഷൻസും എവിടെ നിന്ന് മാറ്റി എഴുതിയതാണ്? ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് മാറ്റി എഴുതിയതാണ്. ജേണലിൽ 1-ാം തീയതി എഴുതിയ ട്രാൻസാക്ഷൻസിൽ നിന്നാണ് ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുള്ളത്. ദെൻ ജേണലിൽ 5-ാം തീയതി എഴുതിയിട്ടുള്ള ഒരു കാര്യമാണ് രണ്ടാമത് ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുള്ളത്. അപ്പൊ സുനിൽ നേരത്തെ പറഞ്ഞ പോലെ വന്ന് എത്ര തരാനുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ജേണൽ എന്ന് പറയുന്ന ബുക്ക് മറിച്ച് നോക്കണോ അതോ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്ക് മറിച്ച് നോക്കണോ? ലെഡ്ജർ എന്നുള്ള ബുക്ക് മറിക്കണം. അതിൽ സുനിലിന്റെ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ദെൻ അതിൽ സുനിൽ എത്ര രൂപക്ക് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, സുനിൽ മുമ്പ് തന്നിട്ടുള്ള പൈസ എത്രയാണ്, അപ്പൊ ഇനി എത്ര ബാലൻസ് വരുന്നുണ്ട്, എത്ര രൂപ ഇനി തരാനുണ്ട് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ദെൻ ഇതിനെ നമുക്ക് എന്ത് പറയാം? ക്ലാസിഫയിങ് എന്ന് പറയാം. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ സാലറിയുടെ പേജ് എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ സാലറിയുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അവിടെ കാണുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ സാലറി പേയ്മെന്റ് മാത്രമാണ്. ജനുവരി 1-ാം തീയതി 5,000 രൂപയുടെ സാലറി കൊടുത്തിട്ടുണ്ട്. ദെൻ ഫെബ്രുവരി 1-ാം തീയതി 6,000 രൂപ സാലറി കൊടുത്തു. മാർച്ച് 1-ാം തീയതി 4,000 രൂപ സാലറി കൊടുത്തു. അപ്പൊ ആകെ എത്ര സാലറി കൊടുത്തു എന്ന് എവിടെ നോക്കിയാൽ മതി? ജേണലിൽ നോക്കുന്നതിനേക്കാൾ നല്ലത് എവിടെ നോക്കുന്നതാണ്? ലെഡ്ജറിൽ നോക്കണം. ലെഡ്ജറിൽ തന്നെ ഏത് അക്കൗണ്ടിൽ നോക്കണം? സാലറി എന്ന് പറയുന്ന പേജ് ഉണ്ട് അല്ലെങ്കിൽ അക്കൗണ്ട് ഉണ്ട്, അവിടെയാണ് നമ്മൾ സാലറിയുടെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ജേണലിൽ നിന്ന് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും മാറ്റി എഴുതുന്നുണ്ട്. ആ രണ്ടാമത്തെ ബുക്കിനെ പറയുന്ന പേരാണ് ലെഡ്ജർ. ദ ബുക്ക് ഇൻ വിച്ച് വേരിയസ് അക്കൗണ്ട്സ് ആർ ഓപ്പൺഡ് ഈസ് കാൾഡ് ലെഡ്ജർ. അപ്പൊ ഈ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ നമുക്ക് കാണുന്ന എന്താണ്?
അക്കൗണ്ടുകളാണ്. ആ അക്കൗണ്ടുകളെല്ലാം രേഖപ്പെടുത്തുന്ന ബുക്കിനെയാണ് ലെഡ്ജർ എന്ന് പറയുന്നത്. നമ്മൾ 2 ബുക്കുകളാണ് പരിചയപ്പെട്ടത്. ഒന്ന് ജേണൽ, 2 ലെഡ്ജർ. ജേണലിലെ എല്ലാ കാര്യങ്ങളും 1 by 1 ആയിട്ട് രേഖപ്പെടുത്തി വെക്കും. ദെൻ ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് എന്ത് ചെയ്തും മാറ്റി എഴുതും. മാറ്റി എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഒരുപോലത്തെ ട്രാൻസാക്ഷനൊക്കെ ഒരേ സ്ഥലത്ത് എഴുതണം. അങ്ങനെ ഒരേ സ്ഥലത്ത് ഒരേ ട്രാൻസാക്ഷൻസ് എഴുതുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? അക്കൗണ്ട് എന്ന് പറയും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുനിലിന്റെ കാര്യങ്ങൾ മാത്രം ഒരു പേജിൽ എഴുതുമ്പോൾ അത് സുനിലിന്റെ അക്കൗണ്ട് ആണ്. സാലറിയുടെ കാര്യങ്ങൾ മാത്രം വേറൊരു പേജിൽ എഴുതുമ്പോൾ അത് സാലറി അക്കൗണ്ട് ആണ്. പർച്ചേസസ് മാത്രം 3-ാമത്തെ പേജിൽ എഴുതുമ്പോൾ അത് പർച്ചേസസ് അക്കൗണ്ട് ആണ്. അങ്ങനെ ജേണലിൽ നിന്ന് എന്ത് ചെയ്യാണ്? ലെഡ്ജറിലേക്ക് നമ്മൾ കാര്യങ്ങൾ മാറ്റി എഴുതാണ്. ഈ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ ഈ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തി വെക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേര് ജേണലൈസിങ് എന്നാണ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ജേണൽ ഈസ് കാൾഡ് ജേണലൈസിങ്. അതേസമയം ജേണലിൽ നിന്നും ലെഡ്ജറിലേക്ക് കാര്യങ്ങൾ മാറ്റി എഴുതുമ്പോൾ അതിനെ പറയുന്ന പേരാണ് പോസ്റ്റിംഗ്. ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ഇൻ ലെഡ്ജർ ഈസ് കാൾഡ് പോസ്റ്റിംഗ്. ജേണലിൽ എഴുതിയ കാര്യങ്ങൾ ലെഡ്ജറിലേക്ക് മാറ്റി എഴുതുമ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? പോസ്റ്റിംഗ് എന്ന് പറയും. സമ്മറൈസിങ്. എന്താണ് സമ്മറി എന്ന് പറയുന്നത്? ബിസിനസ്സിൽ നടക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും വിലയിരുത്തി ആ കാര്യങ്ങളെല്ലാം ഒരു ചുരുക്ക രൂപത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? സമ്മറി എന്ന് പറയാം. ആ പ്രവർത്തനത്തെ നമുക്ക് സമ്മറൈസിങ് എന്ന് പറയാം. ഇപ്പൊ ജേണൽ എന്ന് പറയുന്ന ബുക്ക് ഒരു സമ്മറി ഓഫ് ട്രാൻസാക്ഷൻസ് ആണോ? ഒരിക്കലും അല്ല. അതിലെല്ലാ ട്രാൻസാക്ഷൻസും 1 by 1 ആയിട്ട് എഴുതിയിട്ടുണ്ട്. ദെൻ 2-ാമത്തെ ബുക്കിലേക്ക് മാറ്റി എഴുതി. ആ പ്രവർത്തനത്തെ എന്ത് പറഞ്ഞു? പോസ്റ്റിംഗ് എന്ന് പറഞ്ഞു. അങ്ങനെ 2-ാമത്തെ ബുക്കിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ബാലൻസിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത സുനിലിന്റെ അക്കൗണ്ട് തന്നെ ഞാൻ വീണ്ടും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സുനിലിന്റെ അക്കൗണ്ടിൽ 2 ട്രാൻസാക്ഷൻസ് ആണ് എഴുതിയിട്ടുള്ളത്. 10,000 രൂപയുടെ സാധനങ്ങൾ സുനിലിന് വിറ്റു. ദെൻ സുനിൽ 5,000 രൂപ നമുക്ക് തന്നു. അപ്പൊ സുനിലിന്റെ ബാലൻസ് എത്ര ഉണ്ട്? ഇനി എത്ര രൂപ സുനിൽ നമുക്ക് തരാനുണ്ട്? 5,000 രൂപ തരാനുണ്ട്. അപ്പൊ അതൊരു സമ്മറിയാണ്. സുനിലിന്റെ അക്കൗണ്ടിന്റെ ഒരു സമ്മറിയാണ്. സുനിൽ 5,000 രൂപ നമുക്ക് തരാനുണ്ട്. അപ്പോൾ നേരത്തെ സുനിലിന്റെ അക്കൗണ്ടിൽ എഴുതിയിട്ടുള്ള മുഴുവൻ ട്രാൻസാക്ഷൻസും വിലയിരുത്തി അതിൽ നിന്ന് നമ്മൾ ചെറിയ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്തു? സമ്മറൈസ് ചെയ്തു. അതാണ് ബാലൻസ് 5,000. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്രസന്റിംഗ് ഡാറ്റ ഇൻ എ മാനർ വിച്ച് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ടു മാനേജ്മെന്റ് ആൻഡ് other users of accounting information. This involves balancing of ledger accounts and preparation of profit and loss account and balance sheet. അപ്പോൾ സമ്മറൈസിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? കുറേ ട്രാൻസാക്ഷൻസ് ഒരു പ്രത്യേക രീതിയിലേക്ക് അത് മാറ്റി എഴുതണം. മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മൾ അതിനെന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. അങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിന്റെ ഭാഗമായി വരുന്ന പ്രവർത്തനങ്ങളാണ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഓരോരുത്തർക്കും കൊടുക്കാനുള്ള പൈസ എത്ര ഉണ്ട്? ഓരോരുത്തരും തരാനുള്ള പൈസ എത്ര ഉണ്ട്? ആകെ വന്നിട്ടുള്ള സാലറി എക്സ്പെൻസ് എത്രയാണ്? ആകെ വന്നിട്ടുള്ള റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസ് എത്ര ഉണ്ട്? അപ്പോൾ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, മാനേജേഴ്സിനും ഓണേഴ്സിനും മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റി എഴുതുന്ന ഈ പ്രോസസ്സിനെ നമുക്ക് എന്ത് പറയാം? സമ്മറൈസിംഗ് എന്ന് പറയാം. അപ്പോൾ സമ്മറൈസിംഗിൽ വരുന്നതാണ് ബാലൻസിങ്. അതുപോലെ തന്നെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷൻ, ലാഭവും നഷ്ടവും കണക്കാക്കലും അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ഒക്കെ എന്താണ്? ഇതൊക്കെ സമ്മറൈസിംഗ് എന്ന് പറയുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. അടുത്ത ഫീച്ചറാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദ റിസൾട്ട്. The results of the business are presented in such a manner that the users, owners, managers, government, etc. can have full information about the profitability and the financial position of the business. അപ്പോൾ ഇങ്ങനെ അക്കൗണ്ടന്റ് രേഖപ്പെടുത്തുന്ന ട്രാൻസാക്ഷൻസ് അത് ആർക്ക് പ്രസന്റ് ചെയ്യണം? അത് ഓണേഴ്സിനും മാനേജേഴ്സിനും ഒക്കെ പ്രസന്റ് ചെയ്യണം. അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ഇൻഫർമേഷൻ ആവണം. ബിസിനസിന്റെ ലാഭത്തെക്കുറിച്ച്, ബിസിനസിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് ആർക്ക് പറഞ്ഞു കൊടുക്കണം? ഓണേഴ്സിനും മാനേജേഴ്സിനും പറഞ്ഞു കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് ഈ ഇൻഫർമേഷൻ അനലൈസ് ചെയ്യണം, അതുപോലെ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യണം, വ്യാഖ്യാനങ്ങൾ കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും രൂപ ലാഭം ഉണ്ടായത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് നഷ്ടം സംഭവിച്ചത്? ഈ നഷ്ടം ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇങ്ങനെ ഈ പ്രവർത്തനങ്ങളെ, അവരുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും കഴിയുന്ന രീതിയിലാവണം ഈ ഡാറ്റ ആര് പ്രസന്റ് ചെയ്യേണ്ടത്? അക്കൗണ്ടന്റ് പ്രസന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ രേഖപ്പെടുത്തേണ്ടത്. അവസാനത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കമ്മ്യൂണിക്കേഷൻ. ഇൻഫർമേഷൻ ഈസ് റെഗുലർലി കമ്മ്യൂണിക്കേറ്റഡ് ടു യൂസേഴ്സ് ഇൻ ദ ഫോം ഓഫ് റിപ്പോർട്ട്സ് ഹു അനലൈസ് ദം ഫോർ മേക്കിംഗ് നെസസറി ഡിസിഷൻസ്.
ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, പങ്കുവെക്കുക എന്നാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ അക്കൗണ്ടന്റ് ബിസിനസ്സിലെ എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തിയിട്ടുണ്ട്, അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അത് സമ്മറൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ സമ്മറൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആർക്ക് പറഞ്ഞു കൊടുക്കണം? ഓണേഴ്സിനും മാനേജേഴ്സിനും ഗവൺമെന്റിനും കസ്റ്റമേഴ്സിനും ആർക്കൊക്കെ ആവശ്യങ്ങളുണ്ടോ അവർക്കൊക്കെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ കമ്മ്യൂണിക്കേഷനും ഏത് പ്രോസസ്സിന്റെ ഭാഗമാണ്? അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ ഭാഗമാണ്. അപ്പൊ ഇത്രയുമാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിന്റെ ഫീച്ചേഴ്സ്, അതല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്. എന്തൊക്കെയായിരുന്നു? ഒന്ന്, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ദെൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. Recording in terms of money, classifying the transactions, summarizing the transactions, interpretation of the result and communication of the information. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിന്റെ ഫീച്ചേഴ്സ് ആയിട്ട്, സ്വഭാവമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രവർത്തനം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിന് അനുയോജ്യമായിട്ടുള്ള ഒരു നിർവചനം നമുക്കൊന്ന് പരിചയപ്പെടാം. ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ്. In 1941, the American Institute of Certified Public Accountants, AICPA, had defined accounting as the art of recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of a financial character and interpreting the result thereof. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തെ കുറേ വ്യക്തികളും സ്ഥാപനങ്ങളും അതിനാവശ്യമായിട്ടുള്ള നിർവചനങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല നിർവചനമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന സ്ഥാപനം തയ്യാറാക്കിയിട്ടുള്ള ഒരു നിർവചനമാണ്. അക്കൗണ്ടിങ്ങിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു നിർവചനം. ആ നിർവചനമാണ് നമ്മൾ പഠിക്കുന്നത്. അക്കൗണ്ടിങ് ആസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ആദ്യ ഫീച്ചർ നമ്മൾ പറഞ്ഞതാണ്. അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന ഒരു കലയാണ്. ദെൻ ക്ലാസിഫൈങ്, അങ്ങനെ ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ദെൻ അത് ക്ലാസിഫിക്കേഷന് വിധേയമാകും. ക്ലാസിഫിക്കേഷന് വിധേയമാകുക എന്ന് പറഞ്ഞാൽ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് അത് മാറ്റി എഴുതും. ആൻഡ് സമ്മറൈസിങ്, അങ്ങനെ ലെഡ്ജർ അക്കൗണ്ടിലേക്ക് മാറ്റി എഴുതി കഴിഞ്ഞാൽ നമ്മളത് എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യും. ഓരോരുത്തരുടെയും സമ്മറി നമ്മൾ കണ്ടെത്തും. ഓരോ അക്കൗണ്ടിന്റെയും സമ്മറി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി. ഇത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടത്. മാത്രമല്ല അത് രേഖപ്പെടുത്തുന്നതൊക്കെ എങ്ങനെയാണ്? ഇൻ ടേംസ് ഓഫ് മണി, പണത്തിന്റെ രൂപത്തിലാണ് നമ്മൾ രേഖപ്പെടുത്തേണ്ടത്. ദെൻ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. എല്ലാ ട്രാൻസാക്ഷൻസും എല്ലാ ഇവന്റ്സും എല്ലാ പ്രവർത്തനങ്ങളും ആര് രേഖപ്പെടുത്തി വെക്കുന്നില്ല? അക്കൗണ്ടന്റ് രേഖപ്പെടുത്തി വെക്കുന്നില്ല. പിന്നെ എന്താണ് രേഖപ്പെടുത്തി വെക്കുന്നത്? ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ആർ അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. സാമ്പത്തിക സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ആര് രേഖപ്പെടുത്തി വെക്കുന്നത്? അക്കൗണ്ടന്റ് രേഖപ്പെടുത്തി വെക്കുന്നത്. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. ദെൻ അങ്ങനെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്, അങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഡാറ്റ, അത് പ്രോസസ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, അത് വ്യാഖ്യാനിക്കലും അത് വിലയിരുത്തലൊക്കെ അക്കൗണ്ടിങ്ങിന്റെ ഭാഗമാണ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് നൽകിയിട്ടുള്ള ഈ ഡെഫിനിഷനാണ് ഏറ്റവും നല്ല ഡെഫിനിഷൻ. അത് നിങ്ങൾ എല്ലാവരും പഠിക്കണം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇറ്റ് ഈസ് എ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, transactions and events which are in part at least of a financial character and interpreting the result thereof. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഒരു അക്കൗണ്ടന്റ് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അക്കൗണ്ടന്റ് കൊടുക്കുന്ന വിവരങ്ങൾ, ആ വിവരങ്ങൾക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 4 ക്വാളിറ്റീസ് ആണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിന് ആവശ്യമുള്ളത്. എന്തൊക്കെയാണെന്ന് നോക്കാം. അക്കൗണ്ടിങ് ഇൻഫർമേഷന് ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് റിലയബിലിറ്റി, വിശ്വസനീയത. റിലയബിലിറ്റിയിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന എഴുതുന്ന കാര്യങ്ങൾ എന്താവണം? ഫാക്ച്വൽ ആവണം, സത്യസന്ധമായിട്ടായിരിക്കണം കാര്യങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ദെൻ രണ്ടാമത്, ഇറ്റ് മസ്റ്റ് ബി വെരിഫയബിൾ.
എല്ലാ ചെലവുകൾക്കും എല്ലാ വരവുകൾക്കും കൃത്യമായ ഡോക്യുമെൻ്ററി എവിഡൻസ് വേണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം നമ്മൾ എവിടെ രേഖപ്പെടുത്തും? ജേണലിൽ രേഖപ്പെടുത്തും. അങ്ങനെ ജേണൽ രേഖപ്പെടുത്തുന്ന സമയത്ത് ആ വാങ്ങിയ സാധനങ്ങളുടെ ബില്ല് വേണം, ഇൻവോയ്സ് വേണം. ഇപ്പോൾ എംപ്ലോയീസിന് സാലറി കൊടുക്കുമ്പോൾ, ബിൽഡിംഗ് ഓണർക്ക് റെന്റ് കൊടുക്കുന്ന സമയത്ത് ഇതിനൊക്കെ നമ്മൾ എന്ത് തയ്യാറാക്കിയിരിക്കണം? അതിനൊക്കെ ഡോക്യുമെന്ററി എവിഡൻസ്, രേഖകൾ നമ്മുടെ കയ്യിൽ വേണം. ദ ഇൻഫോർമേഷൻ മസ്റ്റ് ബി ഫാക്ച്വൽ ആൻഡ് വെരിഫയബിൾ. ദ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഈസ് സെറ്റ് ടു ഹാവ് വെരിഫയബിലിറ്റി if such information can be verified from the source documents such as cash receipt, purchase invoice, sales invoices and agreements. ഇപ്പോൾ ബിസിനസ്സിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷൻസിനും ആവശ്യമായിട്ടുള്ള റെസിപ്റ്റുകൾ, ഇൻവോയ്സുകൾ, എഗ്രിമെന്റുകൾ എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് വെക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമ്മൾ രേഖപ്പെടുത്തലുകൾ നടത്താൻ പാടുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ട് മാറും. രണ്ടാമത്തെ ക്വാളിറ്റിയാണ് റെലവൻസ്, പ്രസക്തി. റെലവൻസ് എന്ന് പറയുന്ന ഈ ക്വാളിറ്റിയിൽ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. ഒന്ന്, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് സപ്ലൈ ചെയ്യണം. ഓണർ ഒരു ഇൻഫർമേഷൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. കസ്റ്റമർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ആവശ്യ സമയത്ത് തന്നെ നമ്മൾ ആ ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കണം. ബാങ്ക് മാനേജർ ആവശ്യപ്പെട്ടാലും ഗവൺമെന്റ് ഒഫീഷ്യൽസ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും അതൊക്കെ ഒരു നിശ്ചിത സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. എന്നാൽ മാത്രമേ അത് അവർക്ക് യൂസ്ഫുൾ ആവുന്നുള്ളൂ, അത് ആവശ്യപ്പെട്ട ആളുകൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ളൂ. അതുപോലെ പിന്നീട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനെ ബേസ് ചെയ്ത് അവർക്കൊരു തീരുമാനം എടുക്കാനുണ്ട്, അല്ലെ? അപ്പൊ ആ തീരുമാനത്തെ സ്വാധീനിക്കുന്ന ഇൻഫർമേഷൻ ആവണം അക്കൗണ്ടന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു ലോണിന് വേണ്ടിയിട്ട്. ഇപ്പൊ ബാങ്ക് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയണം. കഴിഞ്ഞ വർഷങ്ങളിലെ നമ്മുടെ പ്രോഫിറ്റുകളൊക്കെ ആർക്കറിയണം? ബാങ്ക് മാനേജർക്ക് അറിയണം. അപ്പോൾ ബാങ്ക് മാനേജർ ആവശ്യപ്പെടുന്ന സമയത്ത് നമ്മളത് കൊടുക്കണം. മാത്രമല്ല ബാങ്ക് മാനേജർക്ക് കൊടുക്കേണ്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് കൊടുക്കണം. നമ്മുടെ കഴിഞ്ഞ വർഷങ്ങളിലെ പ്രോഫിറ്റിന്റെ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ സമയത്തിന് കൊടുക്കണം, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഗവൺമെന്റ് ഒഫീഷ്യൽസ്, ഇപ്പോൾ സെയിൽസ് ടാക്സ് ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഫിനാൻഷ്യൽ പൊസിഷൻ ആണോ? അല്ല. അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ എത്ര രൂപയുടെ സെയിൽസ് നടത്തിയിട്ടുണ്ട്, അതല്ലെങ്കിൽ എത്ര രൂപയുടെ പർച്ചേസ് നടത്തിയിട്ടുണ്ട്, ഇനി ബാലൻസ് ഓഫ് ടാക്സ് എത്ര രൂപ അടക്കാനുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ആര് വരുന്നത്? ഗവൺമെന്റ് ഒഫീഷ്യൽസ് വരുന്നത്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ ആയിക്കൊള്ളണമെന്നില്ല മറ്റൊരു വിഭാഗം ആളുകൾക്ക് ആവശ്യമുള്ളത്. ആവശ്യക്കാർക്ക് ആവശ്യാനുസരണം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അത് കൃത്യസമയത്ത് തന്നെ നമ്മൾ കൊടുക്കുകയും വേണം. To be relevant, information must be available in time and must influence the decisions of the users. For example, the information required by bankers will not be necessarily be the same required by the government. നേരത്തെ പറഞ്ഞു, ഗവൺമെന്റിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ആവില്ല ബാങ്കിന് ആവശ്യമുള്ളത്, ബാങ്കിന് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് അല്ല കസ്റ്റമർക്ക് ആവശ്യമുള്ളത്, കസ്റ്റമർക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ അല്ല ഓണർക്ക് ആവശ്യമുള്ളത്. ഓരോ വിഭാഗം ആളുകൾക്കും ആവശ്യാനുസരണം ഇൻഫർമേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിന് കൃത്യമായ സമയത്ത് കൃത്യമായ ഇൻഫർമേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ദ ഇൻഫർമേഷൻ ഈസ് റെലവൻറ്റ്. അണ്ടർസ്റ്റാൻഡബിലിറ്റി, നമുക്കറിയാം എന്താണ് അണ്ടർസ്റ്റാൻഡബിലിറ്റി എന്ന് പറഞ്ഞാൽ? മനസ്സിലാക്കാൻ കഴിയണം, ഗ്രാഹ്യശേഷി. നമ്മൾ തയ്യാറാക്കുന്ന അല്ലെങ്കിൽ അക്കൗണ്ടന്റ് തയ്യാറാക്കുന്ന ഡോക്യുമെന്റുകൾ, അക്കൗണ്ടന്റ് പറഞ്ഞു കൊടുക്കുന്ന ഇൻഫർമേഷൻ, അത് ആവശ്യമായി വന്നിട്ടുള്ള ആൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയണം. ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് അവർക്ക് ഗുണം ചെയ്യുന്നുള്ളൂ. അവരുടെ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് അവർക്ക് മനസ്സിലാവാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ യൂസ്. അപ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന ഇൻഫർമേഷനൊക്കെ എന്തായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ. അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഷുഡ് ബി പ്രസന്റഡ് ഇൻ സച്ച് എ സിമ്പിൾ ആൻഡ് ലോജിക്കൽ മാനർ ആൻഡ് ദാറ്റ് ദേ ആർ അണ്ടർസ്റ്റുഡ് ഈസിലി ബൈ ദെയർ യൂസേഴ്സ് സച്ച് ആസ് ഓണേഴ്സ്, എംപ്ലോയീസ്, മാനേജ്മെന്റ് എക്സെട്ര. ഇപ്പോൾ ഓരോ വിഭാഗം ആളുകൾക്കും കൊടുക്കുന്ന ഇൻഫർമേഷൻസ് അവർക്ക് മനസ്സിലാവണം. ഇനി അക്കൗണ്ടിങ് അറിയാത്ത ഒരാൾക്കാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലും അതിനാവശ്യമായിട്ടുള്ള നോട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തി അവർക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്വാളിറ്റിയും നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ദെൻ കമ്പയറബിലിറ്റി, താരതമ്യം ചെയ്യാൻ കഴിയണം. പ്രധാനമായിട്ടും രണ്ട് കമ്പാരിസൺസ് ആണ് വരുന്നത്. ഒന്ന്, ഒരു ബിസിനസ്സിന്റെ വിവിധ വർഷങ്ങളിലെ പ്രവർത്തനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യേണ്ടി വരും. രണ്ട്, ഒരു ബിസിനസ്സിന്റെ പ്രവർത്തനം മറ്റൊരു ബിസിനസ്സിന്റെ പ്രവർത്തനമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും? കമ്പയർ ചെയ്യേണ്ടി വരും.
അപ്പോൾ ഒരു ബിസിനസ്സിൽ തയ്യാറാക്കുന്ന അക്കൗണ്ടിങ് രേഖകളെല്ലാം ഒരേ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് തയ്യാറാക്കേണ്ടത്, ഒരേ ഫോർമാറ്റിലാണ് തയ്യാറാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളും ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ദെൻ ഒരു ബിസിനസ് സ്ഥാപനം തയ്യാറാക്കുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ റിസൾട്ടുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ ഇത് രണ്ടും ഒരേ ഫോർമാറ്റിൽ ഒരേ മെത്തേഡ് യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ തയ്യാറാക്കണം. അങ്ങനെ കമ്പയറബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇതിനാവശ്യമാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷന് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ വർഷം പാസ്സായ കുട്ടികളുടെ SSLC സർട്ടിഫിക്കറ്റ് പരസ്പരം എന്ത് ചെയ്യാൻ കഴിയും, കമ്പയർ ചെയ്യാൻ കഴിയും. കാരണം ഒരേ ഫോർമാറ്റാണ്, ഒരേ മെഷർമെന്റ് ആണ് അതിൽ നടത്തിയിട്ടുള്ളത്. എന്നാൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റും എൻ്റെ SSLC സർട്ടിഫിക്കറ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയുമോ? കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണ്, നിങ്ങളെ മെഷർ ചെയ്തിട്ടുള്ള അതേ മെഷർമെന്റ് അല്ല എൻ്റെ സർട്ടിഫിക്കറ്റിൽ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങളുടെ അതേ ഫോർമാറ്റ് അല്ല എൻ്റെ SSLC സർട്ടിഫിക്കറ്റിൽ ഉള്ളത്. അപ്പോൾ ഒരേ ഫോർമാറ്റിൽ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ, ഒരേ മെത്തേഡിലല്ല ഫോളോ ചെയ്യുന്നതെങ്കിൽ അത്തരം ഇൻഫോർമേഷൻസ് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ കമ്പയറബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി ഏത് ഇൻഫർമേഷൻ അത്യാവശ്യമാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷന് അത്യാവശ്യമാണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിൻ്റെ, ഈ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവാണ് ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. ബിസിനസ് റെക്കോർഡ്സ് അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവാണ്. എന്തുകൊണ്ടാണ് ഇതൊക്കെ രേഖപ്പെടുത്തേണ്ടി വരുന്നത്? ഒരു ബിസിനസ്സിൽ നടക്കുന്ന, ഒരു വർഷത്തിൽ നടക്കുന്ന മുഴുവൻ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും നമുക്ക് ഓർത്തു വെക്കാൻ കഴിയുമോ? നമുക്ക് ഓർത്തു വെക്കാൻ കഴിയില്ല. അങ്ങനെ ഓർത്തു വെക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്ത് വെക്കണം? രേഖപ്പെടുത്തി വെക്കണം. അങ്ങനെ രേഖപ്പെടുത്തി വെച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള പൈസ എത്ര ഉണ്ട്, ആർക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കാനുണ്ട്, ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ചെലവ് വന്നിട്ടുണ്ട്, എത്ര വരവുണ്ട്, ഇതൊക്കെ കണ്ടെത്തി നമ്മുടെ ലാഭവും നഷ്ടമൊക്കെ കണ്ടെത്തണമെങ്കിൽ നമുക്കിത് മെമ്മറൈസ് ചെയ്ത് വെക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കണം. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഇസ് ടു മെയിൻറ്റെയിൻ എ സിസ്റ്റമാറ്റിക് റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷൻസ്. ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. അക്കൗണ്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവാണ് ടു അസർടെയിൻ ഓർ ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടെത്തുക എന്നുള്ളതും ആരുടെ ഒബ്ജക്റ്റീവാണ്? ഈ അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഒബ്ജക്റ്റീവാണ്. ദെൻ ടു അസർടെയിൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ്. ദെൻ മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് ബിസിനസ്സിൻ്റെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കുക എന്നുള്ളത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന് എത്രത്തോളം പ്രോപ്പർട്ടീസ് ഉണ്ട്, ദെൻ അവരുടെ ബാധ്യത എത്രത്തോളം ഉണ്ട്, ക്യാപിറ്റൽ എത്ര ഉണ്ട്, ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ ബിസിനസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ബിസിനസ് അവസാനിപ്പിക്കണോ എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടി സഹായകരായിട്ടുള്ള ഈ ഇൻഫർമേഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ദെൻ അവസാനത്തെ ഒരു ഒബ്ജക്റ്റീവാണ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്കറിയാം കുറേയധികം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ള ആളുകളുണ്ട്, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് ആവശ്യമായിട്ടുള്ള ബിസിനസ് ഇൻഫർമേഷൻ, ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിൻ്റെ നാലാമത്തെ ലക്ഷ്യം. എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? ഒന്ന്, ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. രണ്ട്, ടു കാൽക്കുലേറ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. ദെൻ ടു അസർടെയിൻ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ടു പ്രൊവൈഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ഒബ്ജക്റ്റീവ്സ്.